ഈ കാട്ടിലെ ഒരു കുഞ്ഞിനും അവന്റെ അമ്മയുടെ കൂടെ നിൽക്കാൻ കഴിയില്ല. ഒരു ദിവസം എത്തുമ്പോൾ ആ കുഞ്ഞിനെ ഈ ഗുഹയിലേക്ക് ഞാൻ എത്തിക്കും. ഒരു ദിവസം ചിങ്കി മേന മുട്ടയിട്ടു. ഒരു ദിവസം മിട്ടു കിളി ഡ്രീംലാൻഡ് കാട്ടിന്ന് തീറ്റ തേടി പോകും. അത് ചുറ്റിയിട്ടും ഗോൾഡിയുടെ കാടായ ബ്ലൂ ലാൻഡിലേക്ക് പോകും. കുറച്ചു നേരത്തിന് ശേഷം ഒരു മരത്തില് മൈന അവിടെ ഇരിക്കുന്നത് അത് കാണും. അതും മൈനയുടെ അടുത്ത് പോയി ഇരിക്കും. ഹലോ മൈന, എന്റെ പേര് മിട്ടു. നിന്റെ പേരെന്താ? മിട്ടു, എന്റെ പേര് ചിങ്കു മൈന. ഇതിനു മുന്നേ നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. വേറെ കാട്ടിന്ന് വന്നതാണോ? ഡ്രീംലാൻഡിനാണ് പറഞ്ഞത്. അല്ല, നിങ്ങൾ ചെറിയ പറവകളൊന്നും പറഞ്ഞല്ലോ. എല്ലാവരും വളരെ വലുതല്ലോ. ടൈം വരുമ്പോ നിനക്കെല്ലാം മനസ്സിലാകും. നിനക്കിവിടെ കുറച്ചു ദിവസം ഇരിക്കാലോ. ഇവിടെ എനിക്ക് കൂട്ടുകാരേ ഇല്ല. അന്നു മുതൽ മിട്ടുവും ചിങ്കുവും അവിടെ തന്നെ താമസിക്കാൻ തുടങ്ങി. ഒരു ദിവസം ചിങ്കി മേന മുട്ടയിട്ടു. അത് കണ്ട് മിട്ടു ഒരുപാട് സന്തോഷിച്ചു. മിട്ടു, നിന്നോട് സത്യം പറയണ നേരം വന്നു. ഈ കാട്ടില് ഒരു രഹസ്യമുള്ള ഗുഹയുണ്ട്. കാട്ടിലുള്ള പറവയുടെ മുട്ടയിൽ നിന്ന് കുട്ടി വന്ന ഉടനെ ആ കുട്ടി പറന്ന് ആ ഗുഹയ്ക്കുള്ളിൽ പോകും. പിന്നെ അത് ഒരിക്കലും തിരിച്ചു വരത്തേയില്ല. അച്ഛനമ്മമാരൊന്നും അത് തേടിയിട്ട് ഗുഹയിലേക്ക് പോവാറില്ലേ? ഒരുപാട് പറവകൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. ആർക്കും ആ ഗുഹയകത്ത് പോകാനേ പറ്റില്ല. കാരണം ആ ഗുഹ വിചാരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് മാത്രമേ അതിന്റെ ഉള്ളിൽ പോകാൻ പറ്റൂ. അതുകൊണ്ടാ പറയണേ, നമ്മുടെ കുട്ടി ജനിക്കുന്നതിന് മുമ്പേ നമുക്ക് ഇവിടുന്ന് പോകാം. നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. നമ്മുടെ കുഞ്ഞ് ഇവിടെ തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവും. നീ വിഷമിക്കണ്ട. മിട്ടു ചിങ്കി പറയണത് കേക്കത്തില്ല. അത് അവിടെ തന്നെ ഇരുന്നിട്ട് മുട്ടയെ നന്നായി നോക്കും. കുറച്ചു നാൾക്ക് ശേഷം ആ മുട്ടയിന്ന് കുഞ്ഞു വന്നപ്പോൾ അവർ ഒരുപാട് സന്തോഷിച്ചു. അടുത്ത ദിവസം മിട്ടുവും ചിങ്കിയും രണ്ടുപേരും അവരുടെ കുട്ടിയോടൊപ്പം കൂട്ടിലിരിക്കുമ്പോ അപ്പോ പെട്ടെന്ന് മുന്നു കാറ്റിൽ പറക്കാൻ തുടങ്ങും. മമ്മി മമ്മി, ഞാൻ കാട്ടിൽ എന്താ ഇങ്ങനെ പറക്കണേ? അല്ല, ഇതെന്താ ഇങ്ങനെ? നീ ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെയാ പറക്കുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ നമുക്ക് ഇവിടുന്ന് പോകാന്ന്. ഇവിടെ എന്ത് നടക്കണമെന്ന് അറിയണതിന് മുമ്പേ മിന്നു അവിടെ നിന്ന് പെട്ടെന്ന് പറക്കാൻ തുടങ്ങി. അപ്പോ അവർ രണ്ടുപേരും അതിന്റെ കൂടെ തന്നെ പോയി. മുന്നു നിക്ക്, നീ ഓടല്ലേ, നിക്ക്. മമ്മി മമ്മി, എനിക്ക് എന്തോ ആവണ്. ഞാൻ താനെ പറന്ന് പോവും അമ്മ. മുന്നു ആ ഗുഹയ്ക്ക് അടുത്ത് പെട്ടെന്ന് തന്നെ പൊക്കോണ്ടിരുന്നു. അവർക്ക് രണ്ടുപേർക്കും അത്ര പെട്ടെന്ന് പറക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. അമ്മ, എന്നെ രക്ഷിക്കൂ. ആ മന്ത്ര ഗുഹയ്ക്കുള്ളിൽ മിന്നു പറന്നു പോയി. പിന്നെ ഇവർ രണ്ടുപേരും കൂടെ അതിന്റെ ഉള്ളിൽ പോകാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ അവർ രണ്ടുപേരും പെട്ടെന്ന് വന്ന് ഇവിടെ വീണു. കഷ്ടപ്പെട്ട് എണീച്ചു. എന്താ ഇത്? എന്തുകൊണ്ടാ നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റാത്തത്? ഞാൻ ഇതിനെ കുറിച്ച് നിന്നോട് കുറെ കാലമായി പറഞ്ഞ് ഇവിടുന്ന് പോയെന്ന് പറഞ്ഞ്. ഇപ്പൊ ആ ഗുഹയ്ക്കുള്ളിൽ പോയില്ലേ, ഇനി തിരിച്ചു വരാനേ പറ്റത്തില്ല. ഈ കാട്ടിലെ ഒരു കുഞ്ഞിനും അവന്റെ അമ്മയുടെ കൂടെ നിൽക്കാൻ കഴിയില്ല. ഒരു ദിവസം എത്തുമ്പോൾ ആ കുഞ്ഞിനെ ഈ ഗുഹയിലേക്ക് ഞാൻ എത്തിക്കും. എന്താ ഈ ഗുഹയുടെ രഹസ്യം? എന്താ? എന്തിനാ ഞങ്ങളുടെ കുഞ്ഞിനെ ഈ ഗുഹയിലേക്ക് കൊണ്ടുവരുന്നത്? ഈ ഗുഹയിലേക്ക് ഞങ്ങളല്ലാതെ സിംഹത്തിന് മാത്രമേ അകത്തേക്ക് കയറാൻ കഴിയൂ. ഈ ഗുഹയുടെ രഹസ്യം അറിയണമെങ്കിൽ ആ സിംഹത്തിന്റെ അടുത്തേക്ക് പോവോ. ഞങ്ങളുടെ കുഞ്ഞിനെ അവൻ തട്ടിയെടുത്തു. നിങ്ങളുടെ എല്ലാവരുടെയും കുഞ്ഞുങ്ങളും ഇതുപോലെ തന്നെ മാഞ്ഞു പോകും. ഇത് കേട്ട മിട്ടുവും ചിങ്കിയും ഗോൾഡിയുടെ അടുത്തേക്ക് ചെല്ലും. ഞാൻ ആ ഗുഹയിലേക്ക് പോകില്ല. ആ രഹസ്യം അറിയാൻ വേണ്ടി എന്റെ ജീവൻ കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഇവിടുന്ന് വേഗം പോകൂ. രണ്ടുപേരും അവര് പറഞ്ഞത് കേട്ടിട്ട് പെട്ടെന്ന് ഡ്രീംലാൻഡ് കാട്ടിലുള്ള ഷേർഖാന്റെ അടുത്ത് പോകും. അങ്ങനെയെങ്കിൽ ഞാൻ ആ ഗുഹയിലേക്ക് പോകാം. ആ രഹസ്യത്തെ ഞാൻ മനസ്സിലാക്കും. ഷേർഖാൻ അവർ രണ്ടുപേരെയും കൂട്ടി ഗുഹയ്ക്ക് പോകും. എന്നിട്ട് അവർ അതിന്റെ ഉള്ളിലേക്ക് പോകും. അവരുള്ളിൽ പോയി നോക്കും. അവരുടെ കൺമുന്നിൽ തന്നെ നല്ല സുന്ദരമായ കാടുണ്ട്. അവരുടെ മുന്നിൽ തന്നെ രണ്ടുപേര് ഇരിക്കുകയായിരുന്നു. മൈനയും കിളിയും. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നിങ്ങൾ ഈ കാട്ടിലെ കുഞ്ഞുങ്ങളെ മോഷ്ടിച്ച് അവരെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഈ ഗുഹയുടെ രഹസ്യം എന്താണ്? നീ ആ സിംഹമല്ലല്ലോ, അത് വേറെയല്ലേ? അതെ, ഈ കാട്ടിലെ രാജാവ് ഞാനല്ല. ഞാൻ ഡ്രീംലാൻഡിൽ നിന്നാ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്നോട് പ്രശ്നങ്ങളെല്ലാം പറയാം.
ഇത് രഹസ്യ ഗുഹ എന്ന് എന്തിനാ പറയണെന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങളെ പോലത്തെ പറവുകൾക്കേ ജീവിക്കാൻ പറ്റൂ. ഇവിടെ ആര് വിചാരിച്ചാലും ഉള്ളി വരാൻ പറ്റില്ല. പക്ഷെ ഞങ്ങളുടെ തലയെഴുത്ത് എന്തെന്നാ, നിങ്ങളെ പോലത്തെ കാട്ടുരാജാവിന് ഇതിന്റെ ഉള്ളി വരാൻ പറ്റും. ഇതേപോലെ ഒരു ദിവസം സിംഹരാജാവ് ഉള്ളി വന്നായിരുന്നു. അവർക്ക് ഞങ്ങളെ കുട്ടികളെ കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവര് ഞങ്ങളെ കുട്ടികളെ എടുത്തോണ്ട് ഗുഹയെ വിട്ട് വെളിയിലേക്ക് പോയി. ഞങ്ങളെ കൊണ്ട് ഗുഹയിൽ നിന്ന് പുറത്തു പോയി അവരെ കൊണ്ടുവരാൻ പറ്റിയില്ല. അതുകൊണ്ട് എല്ലാ പറവകളുടെ കുട്ടീനെ ഞങ്ങൾ എടുക്കും. നിങ്ങൾ ചെയ്യുന്നത് വലിയ തെറ്റാണ്. കുട്ടികൾക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അതുകൊണ്ട് ആ കാട്ടിലുള്ള ഒരു പറവകൾക്കും അവരുടെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് ഇരിക്കാൻ പറ്റാത്ത. അങ്ങനെ പറഞ്ഞത് കേട്ടതും ഷേർഖാൻ അവിടുന്ന് തിരിച്ചു പോകും. പിന്നെ എല്ലാ ജന്തുക്കളെയും വിളിച്ചോണ്ട് ഗോൾഡിയുടെ അടുത്ത് പോകും. ഗോൾഡിയുടെ ഈ കാര്യം കേട്ടിട്ട് അവർ ഒരുപാട് ദേഷ്യപ്പെടും. ഗോൾഡി, നീ ചെയ്ത തെറ്റുകൊണ്ട് ഈ കാട്ടിലുള്ളവർക്ക് മൊത്തം ശിക്ഷ കിട്ടാൻ പോവാ. ഒരു ചെറിയ കിളിക്കുഞ്ഞിനെ ഭക്ഷിച്ചിരിക്കുന്നു. നിനക്ക് നാണമില്ലേ? അങ്ങനെയൊന്നുമല്ല സിംഹരാജൻ. എന്റെ ഭാര്യയ്ക്ക് കിളിയെ വളർത്താൻ നല്ല ആഗ്രഹമുണ്ട്. അവൾ എന്നോട് ഈ കാട്ടിലെ ഒരു ഭംഗിയുള്ള കിളിയെ അവൾക്ക് കൊണ്ടുവന്ന് കൊടുക്കാൻ അവൾ എന്നോട് പറഞ്ഞു. ഒരു ദിവസം അത് അന്വേഷിച്ച് ഞാൻ ആ ഗുഹയ്ക്കുള്ളിലെത്തി. ആ കുഞ്ഞിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇപ്പൊ അതെവിടെയുള്ളത്? അതിനെ കൂട്ടിലടച്ച് ഞാൻ എന്റെ ഭാര്യയുടെ വീട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ആ കിളിയെയും എടുത്തുകൊണ്ട് ഗുഹയിലേക്ക് വാ. ഇല്ലെങ്കിൽ നിനക്ക് വലിയ ശിക്ഷ കിട്ടുന്നതായിരിക്കും. ഗോൾഡി വൈകുന്നേരം ആകണേന് മുമ്പേ കിളിയുടെ കുട്ടീനെയും കൂട്ടി വെളിയിലേക്ക് വരും. മോട്ടു, ഈ കിളിയെ സ്വതന്ത്രനാക്ക്. അത് കേട്ട് മോണ്ടു കുരങ്ങ് കതവ് തുറന്നു കൊടുക്കും. പറവ പറന്നു പോകും. ഗോൾഡി, ഇനി നീ ആ ഗുഹയിലേക്ക് പോകൂ. അതിന്റെ അച്ഛനോടും അമ്മയോടും ക്ഷമ ചോദിക്ക. അങ്ങ് പറയുന്നത് പോലെ തന്നെ ചെയ്യാം. ഗോൾഡി കിളിയോട് ചേർന്ന് ആ ഗുഹയ്ക്കുള്ളിൽ പോകും. ആ പറവയുടെ അച്ഛനും അമ്മയായ കിളിയും മനയും ഒരുപാട് സന്തോഷിക്കും. ആ കുട്ടിയും അതിന്റെ അച്ഛനെയും അമ്മയും കണ്ട് ഒരുപാട് സന്തോഷിക്കും. എന്നോട് ക്ഷമിക്കണം കിളി, മൈന. ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാണ്. ദയവ് ചെയ്ത് നിങ്ങൾ കാട്ടിലെ കുഞ്ഞുങ്ങളെ വിടണം. ഞാൻ നിന്നെ ക്ഷമിച്ചു ഗോൾഡി. ഇനി ഈ കുട്ടികളെ ഞങ്ങളെ വിട്ടേക്കാം. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ഞങ്ങളെ പോലെ തന്നെ അവരുടെ അച്ഛനും അമ്മയും അവരെ കാണാൻ കാത്തിരിക്കുകയായിരിക്കും. കുറച്ചു നേരത്തിൽ തന്നെ ഗോൾഡി ആ പറവകളെയും കൂട്ടിക്കൊണ്ട് വെളിയിലേക്ക് വരും. അത് കണ്ട ഉടനെ എല്ലാ പറവകളും ഒരുപാട് സന്തോഷിക്കും. അവരുടെ അച്ഛനും അമ്മയും കണ്ട പറവകളും സന്തോഷിക്കും. വളരെ നന്നായിരിക്കുന്നു ഗോൾഡി. ഒരു രാജാവിന്റെ കടമ നീ ചെയ്തു. ഇനി ഈ തെറ്റ് നീ ആവർത്തിക്കരുത്. പിന്നെ എല്ലാരും അവരുടെ വീട്ടിലേക്ക് പോകും. പിന്നെ ഗോൾഡിയുടെ കാട്ടിലും എല്ലാരും കൂടെ ചേർന്ന് ഒരുപാട് സന്തോഷത്തിൽ ജീവിക്കാൻ തുടങ്ങി. നമ്മുടെ കാടിന് ഇത് എന്ത് സംഭവിച്ചെന്നേ അറിയില്ലല്ലോ. ആ ദിവസവും ഏതെങ്കിലും ഒരു മൃഗത്തെ കാണാതെയാകുന്നു. എന്നാൽ രാജാവേ, ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. ഏതൊക്കെ മൃഗമാണോ കാണാതെയായത് അവരെല്ലാവരും അവസാനമായി ആ മാന്ത്രിക വാതിലിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർ ആ വാതിലിനുള്ളിലേക്ക് കയറി കാണും. അയ്യോ, എന്ത് ഭംഗിയുള്ള പഴമാണ്! ഇത്രയും ഭംഗിയുള്ള പഴം ഞാൻ ഇതിനു മുൻപേ കണ്ടിട്ടേ ഇല്ല. ഇന്ന് ഞാൻ കണ്ടു. അപ്പോൾ ഇത് കഴിച്ചുമൊന്ന് നോക്കാം. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്കറിയണമല്ലോ. അയ്യോ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? എന്താ ഇത്? അയ്യോ, കാടിന്റെ എല്ലാ വശത്തും പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ മൃഗങ്ങളും ഒരുപാട് പേടിച്ചു. നമ്മുടെ കാടിന് ഇത് എന്ത് സംഭവിച്ചെന്നേ അറിയില്ലല്ലോ. ആ ദിവസവും ഏതെങ്കിലും ഒരു മൃഗത്തെ കാണാതെയാകുന്നു. എന്നാൽ രാജാവേ, ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. ഏതൊക്കെ മൃഗമാണോ കാണാതെയായത് അവരെല്ലാവരും അവസാനമായി ആ മാന്ത്രിക വാതിലിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർ ആ വാതിലിനുള്ളിലേക്ക് കയറി കാണും. എന്നാൽ ആ മൃഗങ്ങളെല്ലാം ബുദ്ധിശാലികളാണ്. രാമു ആന,
ചോട്ടുമാൻ, പിന്നെ മോണ്ടു കുരങ്ങ്. എല്ലാവർക്കും ആ വാതിലിനെ കുറിച്ച് നന്നായി അറിയാം. അങ്ങനെ ഇരുന്നിട്ടും അതിനകത്തേക്ക് എന്തിനു പോയി? ഈ മാന്ത്രിക വാതിൽ എന്താണ്? ആ മാന്ത്രിക വാതിൽ കറുത്ത മലയിലാണുള്ളത്. ആ വാതിലിന് വെളിയിൽ ഒന്നും കാണാൻ സാധിക്കില്ല. വെറും ഒരു വെളിച്ചം മാത്രമേ കാണാൻ സാധിക്കൂ. ഇന്നുവരെ അതിനുള്ളിലേക്ക് പോയവരെല്ലാം തിരിച്ചു വന്നിട്ടേയില്ല. ഈ കാട്ടിൽ ഇങ്ങനെ കാണാതെയാകുന്നത് ഗോൾഡി മനസ്സിലാക്കി. അവൻ എപ്പോൾ വേണമെങ്കിലും അനിയൻ ഷെരുവിനെയും കൂട്ടി നമ്മളെ ആക്രമിക്കാൻ വരാം. താങ്കൾ 2 പുലിയെ എങ്ങനെ നേരിടും? ഒരു രാജാവായിട്ട് ഞാൻ ഒരിക്കലും തോൽക്കില്ല. അവസാന ശ്വാസം വരെ ഞാൻ പോരാടും. മീട്ടു തത്ത ഇത് കണ്ട് ഒരുപാട് വിഷമിച്ചു. അത് ആ മൃഗങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ആ രഹസ്യ വാതിലിനടുത്തേക്ക് പോയി. അപ്പോൾ അവിടെയുള്ള മരത്തിന് താഴെ കരടി ഒരു പുലിയോടൊപ്പം നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്താ ഇത്? ഈ കാലു ബാലു ശത്രുവായ ഗോൾഡിയോട് എന്താണ് സംസാരിക്കുന്നത്? ഒന്ന് പോയി കേൾക്കാം. ഗോൾഡി രാജാവേ, താങ്കൾ പറഞ്ഞിട്ട് കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളെയും അവരെ വിശ്വസിക്കുന്നത് പോലെ മനസ്സ് മാറ്റി ആ മാന്ത്രിക വാതിലിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ഇനി അവർ തിരിച്ചു വരികയേയില്ല. ആക്രമിക്കാനുള്ള സമയമായി. സിംഹരാജാവ് ഉറപ്പായും തോൽക്കും. അങ്ങനെ ചെയ്താൽ ഈ കാടും താങ്കൾക്ക് ഭരിക്കാം. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ നിനക്ക് ഈ കാടിന്റെ ഉയർന്ന അധികാരം തരാം. അങ്ങനെയാണെങ്കിൽ കാലു ഗോൾഡിയുടെ പക്ഷത്തായോ? ഇതിനെക്കുറിച്ച് രാജാവിനോട് പറഞ്ഞേ പറ്റൂ. അപ്പോൾ മിട്ടുവിന്റെ പുറകിൽ നിന്ന് ആരോ വിളിക്കുന്ന പോലെ തോന്നി. എന്താ കുഞ്ഞെ നീ നോക്കുന്നത്? അപ്പോൾ മിട്ടു തിരിഞ്ഞു നോക്കിയപ്പോൾ അത് ഗോൾഡിയുടെ കാട്ടിലെ പരുന്താണ്. മഹാരാജാവേ, നിങ്ങൾ പറയുന്നത് ഈ മിട്ടു കേട്ടു. ആ, അവനെ പിടികൂട്. അത് കേട്ടത് മിട്ടു പറക്കാൻ തുടങ്ങി. അത് അവിടെ നിന്ന് നേരെ മലയിലേക്ക് പറന്നുപോയി. പരുന്തും പിന്നാലെ തന്നെ പോയി. ദൈവമേ, എന്തെങ്കിലും വഴി കാണിക്കൂ, ഇല്ലെങ്കിൽ ഇതിനെ കൊന്നു തിന്നുമല്ല. അത് നേരെ പോയപ്പോൾ അടുത്തു തന്നെ ജ്വലിക്കുന്ന ഒരു സ്വർണവാതിലും വന്നു. അയ്യോ, ഇതാ മാന്ത്രിക വാതിലാണെന്ന് തോന്നുന്നു. ഇതിനെ കുറിച്ചാണ് എല്ലാവരും സംസാരിച്ചത്. ശരി, ഇതിനകത്തേക്ക് പോകാം. അങ്ങനെ ചിന്തിച്ച് മിട്ടുത്തത്ത ഉടനെ ആ രഹസ്യ വാതിലിനകത്തേക്ക് പോയി. ഹാ, അതെന്തായാലും നന്നായി. ഇനി ഇവൻ ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. അങ്ങനെ പറഞ്ഞ് പരുന്ത് ഗോൾഡിയുടെയും കരടിയുടെയും അടുത്തേക്ക് പോയി. അകത്തു പോയപ്പോൾ കുറച്ചു സമയം മിട്ടുവിന് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. കുറച്ചു ദൂരം പോയി നോക്കിയപ്പോൾ അതിന് കണ്ടതൊന്നും വിശ്വസിക്കാനേ പറ്റിയില്ല. എന്തെന്നാൽ അത് മനോഹരമായ കാടായിരുന്നു. അടുത്തു തന്നെ ഒരു വെള്ളച്ചാട്ടവും ഉണ്ടായിരുന്നു. മരത്തിലും ചെടിയിലും പൂക്കൾ വിരിഞ്ഞു നിന്നു. അപ്പോൾ അത് കണ്ടു കാട്ടിൽ നിന്നും മാഞ്ഞുപോയ എല്ലാ മൃഗങ്ങളും കൂട്ടിൽ അടഞ്ഞു കിടക്കുന്നത്. ആ കാട്ടിൽ നീലപക്ഷികൾ ഒരുപാടുണ്ടായിരുന്നു. സിംഹാസനത്തിൽ ഒരു പക്ഷിയും ഉണ്ടായിരുന്നു. ആരാണ് നീ? എന്തിനാണ് ഇവിടേക്ക് വന്നത്? പക്ഷി റാണി, ആദ്യം ഇത് പറയൂ. എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾ എന്തിനാണ് ബന്ധനസ്ഥരാക്കിയിരിക്കുന്നത്? ഇനി നീയും ഇവരെ പോലെ ഇവിടെ അടഞ്ഞു കിടക്കാനാണ് പോകുന്നത്. അങ്ങനെ റാണി എന്തോ ഒരു മന്ത്രം പറഞ്ഞു. എന്നാൽ മിട്ടുവിനെ ആ മന്ത്രം ഒന്നും ചെയ്തില്ല. എന്താ ഇത്? എന്തുകൊണ്ട് എന്റെ മാന്ത്രിക ശക്തി നിന്നിൽ ഫലിക്കാതെ പോകുന്നത്? അങ്ങനെ വീണ്ടും അത് ശ്രമിച്ചു നോക്കി. എന്നാൽ വീണ്ടും മിട്ടുവിനെ ഒന്നും തന്നെ അത് ചെയ്തില്ല. അത്യാഗ്രഹമില്ലാതെ ആരെങ്കിലും വന്നാൽ അവരെ എന്റെ മന്ത്രം ഒന്നും ചെയ്യില്ല. നീ ഒന്നും മോഹിച്ചല്ലേ ഇവിടേക്ക് വന്നത്? ഇല്ല റാണി പക്ഷിയെ, ഒരു പരുന്തിന്റെ പിന്നാലെ വന്നു. അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് കയറിയത്. അപ്പോൾ നീ നല്ലവനാണ്. നിന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് ഞാൻ ഉറപ്പായും ഒരു സമ്മാനം തരും. അങ്ങനെ പറഞ്ഞ് റാണി വീണ്ടും ഒരു മന്ത്രം പറഞ്ഞു. അപ്പോൾ റാണിയുടെ കയ്യിലുള്ളതുപോലെ ഒരു മാന്ത്രിക ദണ്ഡ് ആ തത്തയുടെ കൈകളിലും വന്നു. ഒരുപാട് ഒരുപാട് നന്ദി. എന്നാൽ ഈ സമയം ഈ മാന്ത്രിക ദണ്ഡിലുപരി എന്റെ സുഹൃത്തുക്കളെയാണ് എനിക്ക് വേണ്ടത്. ഞങ്ങളുടെ കാട് ആക്രമിക്കാൻ പോകുക. അതെങ്ങനെയെങ്കിലും എനിക്ക് പോയി തടഞ്ഞേ പറ്റൂ. ശരി മിട്ടു, അത്യാഗ്രഹം കൊണ്ട് ഇവിടെ വന്ന ആരെയും ഒരു കാരണവശാലും ഞാൻ വെറുതെ വിടില്ല. എന്നാൽ നീ ചോദിച്ചതുകൊണ്ട് ഇവരെ എല്ലാം ഞാൻ വിട്ടയക്കാം. അങ്ങനെ പറഞ്ഞ ആ കുരുവി റാണി എല്ലാവരെയും കൂട്ടിൽ നിന്നും മോചിതരാക്കി. മറുവശത്ത് ഗോൾഡി
ആ കാടിനെ ആക്രമിക്കാൻ പോകാൻ വേണ്ടി തന്റെ അനുജനോടൊപ്പം വന്നു നിന്നു. സിംഹരാജാവ് അവിടെ തനിച്ചായിരുന്നു. സിംഹരാജാവേ, നിങ്ങൾ തോറ്റെന്ന് സമ്മതിച്ചോളൂ. നിങ്ങളുടെ കാട്ടിലുള്ള എല്ലാവരെയും കാണാതെയായി. ഞങ്ങൾ 2 പേരുണ്ട്. നിനക്ക് തനിയെ 2 പേരോട് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. കുഴപ്പമില്ല, ഞാൻ ചത്താൽ പോലും ഞാൻ ഒരിക്കലും തോൽക്കില്ല. ഈ കാടിന്റെ രാജാവാണ് ഞാൻ. രാജാവായി ചാകും. അങ്ങനെ സിംഹരാജാവ് അവർക്ക് നേരെ ചാടി. അപ്പോൾ മിട്ടു എല്ലാ മൃഗങ്ങളുമായി അവിടേക്ക് വന്നു ചേർന്നു. നിൽക്കൂ സിംഹരാജാവേ, നിങ്ങളിപ്പോൾ തനിച്ചല്ല ഉള്ളത്. അപ്പോൾ എല്ലാവരും തിരിഞ്ഞു നോക്കി. മിട്ടുത്തത്ത അതിനോടൊപ്പം കാണാതായ എല്ലാ മൃഗങ്ങളെയും വിളിച്ചുകൊണ്ടുവന്നു. അത് കണ്ട് ഗോൾഡിയും കരടിയും എല്ലാവരും ഷോക്കായി. സിംഹരാജാവേ, എല്ലാ മൃഗങ്ങളോടും കള്ളം പറഞ്ഞ് ആ മാന്ത്രിക വാതിലിൽ കാലുപാല് കരടിയാ പറഞ്ഞയച്ചത്. ഇവൻ ഗോൾഡിയുടെ ജാരനാണ്. അതെയോ? അവൻ ഉറപ്പായും ശിക്ഷയുണ്ട്. നീ ഒരു സിംഹമായിട്ടും ഞങ്ങളെ 2 പേരെയും തോൽപ്പിക്കാൻ പറ്റുന്നില്ലേ? തോൽവി സമ്മതിച്ചോ? അതാണ് നിങ്ങൾക്ക് നല്ലത്. സിംഹരാജാവ് തനിച്ചല്ല. അങ്ങനെ പറഞ്ഞു മിട്ടു അതിന്റെ മാന്ത്രിക ശക്തി സിംഹത്തിൽ ഉപയോഗിച്ചപ്പോൾ ആ സിംഹരാജാവിനെ പോലെ മറ്റൊരു സിംഹരാജാവും അവിടേക്ക് വന്നു. ഇതെങ്ങനെ സാധ്യമാകും? ഇപ്പോൾ 2 സിംഹരാജാവും അവരെ ആക്രമിക്കാൻ തുടങ്ങി. ഗോൾഡിയും അവന്റെ അനിയനും പോരാടി അവർ അവസാനം തോൽക്കുകയും ചെയ്തു. അവർ അവരുടെ തോൽവി സമ്മതിച്ചു. ഞങ്ങൾ തോൽവി സമ്മതിക്കാം. ഒന്നും മിണ്ടാതെ ഇവിടെ നിന്ന് പോയിക്കോളൂ. കൂടെ ഈ ദ്രോഹിയെയും കൊണ്ടുപോയിക്കോളൂ. അത് കേട്ടതും അവർ 2 പേരും ആ കരടിയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. സിംഹരാജാവിനോടൊപ്പം ചേർന്ന എല്ലാ മൃഗങ്ങളും മിട്ടുവിനോട് നന്ദിയും പറഞ്ഞു. അങ്ങനെ ആ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും വീണ്ടും സന്തോഷത്തോടെ ജീവിച്ചു. മിട്ടുത്തത്ത എപ്പോഴും അതിന്റെ കൂടെയുള്ള മൃഗങ്ങൾക്ക് അതിന്റെ മാന്ത്രിക ശക്തി കൊണ്ട് സഹായം ചെയ്തു. ആ രഹസ്യവാതിൽ ഇപ്പോഴും തുറന്നു തന്നെയാണ് കിടക്കുന്നത്.